വിദ്യാഭ്യാസത്തിനായി വിശക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ സോനാം വാങ്ചുക്. ഒരു രാജ്യത്തിൻ്റെ വിധി നിർണ്ണയിക്കപ്പെടുന്നത് എവിടെയാണ്? കോർപ്പറേറ്റുകളുടെ ശീതീകരിച്ച മുറികളിലോ അതോ വൻകിട റോഡുകളുടെ നീളത്തിലോ? അല്ല, ഈ രാജ്യത്തിൻ്റെ വിധി എഴുതപ്പെടുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറികളിലാണ്. അവരുടെ സ്വപ്നങ്ങളിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയുള്ളത്. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് മഞ്ഞുരുകുന്ന ലഡാക്കിൻ്റെ മണ്ണിൽ ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുകയാണ്. വെറുമൊരു നിരാഹാരമല്ല അത്. കഴിഞ്ഞ 20 ദിവസമായി ഒരു ശാസ്ത്രജ്ഞൻ തൻ്റെ സ്വന്തം ശരീരം ഉരുകിത്തീരുമ്പോഴും പണയം വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ഡൽഹിയിൽ നിരാഹാരമിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. ഈ രാജ്യത്തിൻ്റെ നാളത്തെ ഭാവിക്ക് വേണ്ടിയാണ്. പരിസ്ഥിതിക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച സോനം വാങ്ചുക് എന്ന ആ മഹാമനീഷിയുടെ സമാധാനപരമായ ഈ പോരാട്ടത്തെയാണോ ഈ രാജ്യം അവഗണിക്കേണ്ടത്? അതോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മൾ പിന്തുണയ്ക്കേണ്ടത്? നാം അത് കേൾക്കുക തന്നെ വേണം, നമ്മളത് പിന്തുണയ്ക്കുക തന്നെ വേണം. ഇതൊരു വ്യക്തിയുടെ മാത്രം സമരമല്ല, ഇതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണ്. അഴിമതി നിറഞ്ഞ വ്യവസ്ഥിതിക്കെതിരെയുള്ള വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും അതിജീവനത്തിനായുള്ള യുദ്ധം. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സ്വാർത്ഥ രാഷ്ട്രീയ കോമാളിക്കൂട്ടങ്ങളല്ല ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ ശബ്ദം. മറിച്ച് നാളത്തെ ഇന്ത്യയെ നയിക്കേണ്ട യുവത്വമാണ് യഥാർത്ഥ ശക്തി. ആ യുവത്വത്തിന് നീതി ലഭിക്കാൻ വേണ്ടിയാണ് ഒരു ശാസ്ത്രജ്ഞൻ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ ഡൽഹിയിൽ ഈ 20-ാം ദിവസവും സമരം തുടരുന്നത്. ഇത് കേൾക്കുമ്പോൾ ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് നാം ഒന്ന് നോക്കണം. 1984 സോനം വാങ്ചുക്കിൻ്റെ പിതാവ് സോനം വാങ്കാൽ ലഡാക്കിലെ ജനങ്ങൾക്ക് വേണ്ടി നിരാഹാരമിരുന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചു. വിയോജിപ്പുകൾക്കിടയിലും ജനാധിപത്യത്തിൻ്റെ വാതിലുകൾ അന്ന് തുറന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 20 ദിവസം നിരാഹാരം കിടന്ന ഒരു ശാസ്ത്രജ്ഞനോട് സംസാരിക്കുന്നതാണോ ജനാധിപത്യത്തിൻ്റെ ശക്തി? അതോ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതാണോ? ഒരാവശ്യം പൂർണ്ണമായി അംഗീകരിക്കണമെന്നില്ല, പക്ഷേ അത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഭരണകൂടങ്ങൾ കാണിക്കേണ്ടേ? ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗം കനത്ത പ്രതിസന്ധിയിലാണ്. കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന സാധാരണക്കാരായ കുട്ടികളുടെ നെഞ്ചിലേക്ക് ആണിയടിക്കുന്ന രീതിയിലാണ് നീറ്റ് പരീക്ഷാ തട്ടിപ്പുകളും ചോദ്യപേപ്പർ ചോർച്ചകളും ഇവിടെ നടക്കുന്നത്. ഒരു വശത്ത് കോടികൾ വാങ്ങുന്ന വൻകിട കോച്ചിങ് സെൻ്ററുകളുടെ മാഫിയ സംസ്കാരം, മറുവശത്ത് മെഴുകുതിരി വെട്ടത്തിലിരുന്ന് പഠിക്കുന്ന പാവപ്പെട്ട ഗ്രാമീണ വിദ്യാർത്ഥികളുടെ നിസ്സഹായത. ഇന്നൊരു വിദ്യാർത്ഥി പഠനത്തേക്കാൾ ഭയക്കുന്നത് പരീക്ഷാ തട്ടിപ്പുകളെയാണ്. ഇതിനെതിരെ ശബ്ദമുയർത്തേണ്ടത് ഓരോ പൗരൻ്റെയും കടമയല്ലേ? ഒരു ശാസ്ത്രജ്ഞൻ നിരാഹാരം കിടക്കുമ്പോൾ അദ്ദേഹം ഏത് പാർട്ടിക്കാരൻ എന്ന് നോക്കുന്നതല്ല ജനാധിപത്യം. നാളെ ഏത് പാർട്ടിയിൽ അദ്ദേഹം ചേരുമെന്ന് നമുക്കറിയില്ല. മറിച്ച് അദ്ദേഹം ഉയർത്തുന്ന ചോദ്യം ഈ രാജ്യത്തെ ഓരോ വീട്ടിലെയും കുട്ടികളെ ബാധിക്കുന്നതാണെന്ന് തിരിച്ചറിയുന്നതാണ് ജനാധിപത്യം. പ്രിയപ്പെട്ട യുവാക്കളെ, ജനാധിപത്യം എന്നത് 5 വർഷത്തിലൊരിക്കൽ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ മാത്രം അവസാനിക്കുന്ന ഒന്നല്ല. ജനങ്ങളുടെ ശബ്ദം ഭരണാധികാരികൾ കേൾക്കുമ്പോഴാണ് അത് ജീവിക്കുന്നത്. പ്രതിഷേധങ്ങളെ ബഹുമാനിക്കുമ്പോഴാണ് അത് ശക്തമാകുന്നത്. സോനം വാങ്ചുക്കിൻ്റെ ഈ പോരാട്ടം ജയിക്കുമോ തോൽക്കുമോ എന്നത് നാളത്തെ ചരിത്രം പറയും. പക്ഷേ ഇന്ന് അദ്ദേഹം ഉയർത്തുന്ന ആ ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും നേർക്കാണ്. രാജ്യത്തിൻ്റെ ഭാവിയായ യുവജനങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. അവരുടെ നീതിയെക്കുറിച്ച് ഗൗരവമായി സംസാരിക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. ഒരു ചോദ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മാത്രമല്ല. ഈ ചോദ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മാത്രമല്ല, ഓരോ നയരൂപീകരണക്കാരനോടും ഓരോ ജനപ്രതിനിധിയോടും അതിലുപരി
ഈ രാജ്യത്തെ ഓരോ പൗരനോടുമുള്ളതാണ്. വിദ്യാഭ്യാസം എന്നത് കച്ചവടമല്ല, അത് നമ്മളുടെ മക്കളുടെ അവകാശമാണ്. അവരുടെ ഭാവി വെറുമൊരു പരീക്ഷാ പേപ്പറിൻ്റെ മാർക്കിൽ ഒതുങ്ങേണ്ടതല്ല. അതുകൊണ്ട് നമ്മുടെ വിയോജിപ്പുകൾ എന്തുമാവട്ടെ, സംവാദങ്ങൾ അവസാനിക്കരുത്. യുവാക്കളുടെ ശബ്ദം അവഗണിക്കപ്പെടരുത്. ഈ വിദ്യാഭ്യാസ പോരാട്ടത്തിന് പിന്നിൽ നമ്മൾ ഒരുമിച്ച് അണിനിരക്കണം. കാരണം ഇന്ന് ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നവും നീതിയും സംരക്ഷിച്ചാൽ മാത്രമേ നാളെ ഇന്ത്യ എന്ന നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ ഭാവി സംരക്ഷിക്കപ്പെടുകയുള്ളൂ. നന്ദി. ജയ് ഹിന്ദ്.